നമ്മൾ തന്നെ എളിമയോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചിരിക്കും. അത്രയും പവർഫുള്ളാണ് ദൈവത്തിൻ്റെ സ്നേഹം. പറഞ്ഞേ ഹല്ലേലൂയ. അതിനാധാരമായി എടുക്കുന്നൊരു വചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഹെഡിങ് തലക്കെട്ട് പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്നാണ്. ഒരു പാപി. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനം ശ്രദ്ധിക്കണം. ഒരു ദിവസം 3-ാമത്തെ വാക്യമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ ഓടിച്ചു കൊണ്ടുവന്നു. ഈ സാഹചര്യത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സിലൊന്ന് കണ്ടത്. ഒരു പാവപ്പെട്ട സ്ത്രീയെ, ഒരു പാപിയായ ഒരു വ്യക്തിയെ കുറേ പേര് ഓടിച്ചുകൊണ്ട് പോയി ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നു. ആ വ്യക്തിയുടെ സ്ഥാനത്തൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വ്യക്തി ആ നിമിഷം അനുഭവിച്ചൊരു ഹൃദയവേദനയുണ്ട്, ഒരു മാനസികമായൊരു വേദനയുണ്ട്. അതാരോട് പറഞ്ഞാലും, ഇവൻ എന്നോട് പറഞ്ഞാലും മനസ്സിലാവത്തില്ലാത്തൊരു വേദനയുണ്ട്. ആ സ്ത്രീ പരസ്യമായി 4 ആള് കാണുക ഓടിച്ച് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. അതിനകത്തൊരു ദൂത് പറയട്ടെ. ഒരാത്മാവിൻ്റെ ഒരു സ്വരം ഉണ്ട് അതിനകത്ത്. ഈ നിയമജ്ഞരും ഫരിസേയരും കൂടെ ഓടിച്ചു കൊണ്ടുവന്നത് എവിടെയാ? ഈ വ്യക്തിനെ ഈശോയുടെ അടുത്താ കൊണ്ടുവന്നേ. ഒരു കാര്യം കേട്ടെ, ചില സാഹചര്യങ്ങളും ചില അവസ്ഥകളും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുന്നത് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കും. അതൊരു പ്രത്യേകതയാണ്. എന്തൊക്കെയാണേലും നമ്മൾ നിയമജ്ഞരെയും ഫരിസേയരെയും കുറ്റം പറഞ്ഞാൽ പോലും നമ്മൾ പറയും, എന്തായാലും അവരെ എന്തൊക്കെ ഓടിച്ചാണേലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഈശോയുടെ മുമ്പിലാണ്. നമ്മൾ പലരും തെറ്റുള്ളവരും കുറവുള്ളവരുമാ. പക്ഷെ പിന്നീട് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇനി ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തി, ഈശോയുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് ഒരാൾ പറയുകയാണ്, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയാണ്. നിയമം അനുസരിച്ച് ഇപ്പോൾ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. നിന്റെ അഭിപ്രായം എന്താണ്? കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാവരുടെയും കയ്യിൽ എന്തിരിപ്പുണ്ട്? എറിയാനുള്ള കല്ല് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇതുപോലത്തെ ഒരു കല്ല് പലരുടെ കയ്യിലും ഉണ്ട്. നമ്മളെ നോക്കി എന്നും ചിരിക്കുന്ന ആളുടെ കയ്യിലും എന്തുണ്ട്? തക്ക സമയം വന്നാൽ ഒരു ഏറ് കൊടുക്കാനുള്ള ഒരു കല്ലിരിപ്പുണ്ട്. എപ്പോഴും ഒരു കാര്യം ഓർക്കണം. ഒരു സൈഡിൽ ഈശോ, ഒരു സൈഡിൽ എറിയാൻ കല്ലുകളുമായി നിൽക്കുന്നവർ. സത്യസന്ധമായി നമ്മൾ ചിന്തിച്ചാൽ എന്ത് തന്നെ നമ്മൾ കാണും. അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവവും പുറകിൽ എപ്പോൾ വേണേലും ഏറ് കിട്ടാൻ സാഹചര്യത്തിൽ നിൽക്കുന്ന വേറൊരു പ്രതിസന്ധിയും. അതിനിടയിലാണ് നമ്മളും നിൽക്കുന്നത്. ഇപ്പം 2 സൈഡും ഉണ്ട്. അനുഗ്രഹിക്കുക. നമ്മളെപ്പോഴും എന്ത് നോക്കിയാൽ മതി? നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? എറിയാൻ നിൽക്കുന്ന 100 പേരുടെ കല്ലും ആരോഗ്യവും നോക്കരുത്. അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന, തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുക. പുറകോട്ട് നോക്കിയാൽ മനസ്സ് മടുക്കും. പലരും മനസ്സ് മടുത്തത് പുറകോട്ട് നോക്കിയിട്ടാ. എറിയാനുള്ള കല്ല്, അവരുടെ മുഖം, അവരുടെ നിയമവ്യാഖ്യാനം, ഇതെല്ലാം കേട്ട് നമ്മൾ മനസ്സ് വാടും. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചോ, എറിയാൻ കല്ലുകളുമായി നിൽക്കുന്നവരിലേക്ക് നോക്കരുത്. നമ്മെ സ്നേഹിച്ച് അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന ദൈവത്തെ നോക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് നോക്കേണ്ടത് പുറകോട്ടല്ല, എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ഈശോ ഉണ്ട്. അത് മാത്രം ശ്രദ്ധിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത്, യേശു എന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. യേശു വിരൽ കൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. ഇനി ഈ പൊസിഷൻസ് എല്ലാം ഒന്ന് നോക്കിക്കേ. ഈ സാഹചര്യത്തെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഈശോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. ഈശോയെ നോക്കി ഒരു സ്ത്രീ നിൽക്കുന്നു. തൊട്ട് പുറകിൽ എറിയാൻ കല്ലുകളുമായി കുറേ പേരിയ്ക്കുന്നത്. 3 സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത്. ഈ സ്ത്രീ നിൽക്കുന്നത് നടുവിലാണ്. ഇത്രയും പാപം ചെയ്ത ഈ സ്ത്രീയോട് ഈശോ പറഞ്ഞില്ലല്ലോ, ഇത് നീ സ്വയം വരുത്തി വെച്ചതാ, അങ്ങ് അനുഭവിച്ചോ.
നിന്റെ സ്വഭാവം കൊണ്ട് ഇത് വരുത്തി വച്ചതാ, നീ തന്നെ വരുത്തി വെച്ച ഒരു കാര്യമാണ്, നീ അങ്ങ് അനുഭവിച്ചോ നല്ല പറഞ്ഞില്ല. നമ്മളാണേ പറഞ്ഞേനേം അത് നീയായിട്ട് വരുത്തി വെച്ചാൽ പണ്ടേ നീ നന്നാകേണ്ടതായിരുന്നു, നന്നാകാത്തോണ്ട് നിനക്ക് വന്നൊരു ഗതികേടാണെന്ന് പറഞ്ഞേനെ. ഒന്നും ഈശോ പറഞ്ഞില്ല. ഈശോ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഹല്ലേലൂയാ. ഇനി അടുത്ത് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയതും എനിക്ക് നല്ലൊരു അനുതാപം എൻ്റെ ഹൃദയത്തിൽ തന്ന കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് തന്ന കാര്യം പറയാം. ഈ പാപിനിയായ സ്ത്രീ ഈശോയുടെ മുമ്പിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കൊണ്ട് പുറകിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും കയ്യിലിരുന്ന കല്ല് ഇവളുടെ ദേഹത്തേക്ക് എറിയാൻ പറ്റിയോ ഇല്ലയോ? എറിയാൻ പറ്റിയോ? ഒരു കല്ല് പോലും ഈ പാപിയായി ഇവളുടെ ദേഹത്ത് വീഴാൻ ആര് സമ്മതിച്ചില്ല? ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒന്നും കൂടെ കേട്ടെ. ഈ പാപിനിയായ സ്ത്രീ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയല്ല, ഒരു ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരാളല്ല, ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 10,000 അപ്പുറത്തില്ല. ഇവൾ ഒറ്റയാ, ആർക്കും വേണ്ടാത്തവൾ. ഇവരെല്ലാം എന്നാ പറഞ്ഞത്? ഇവിടെ ശരിയല്ല, ഇവള് പാപിയാണ്, ഇവളെ കല്ലെറിഞ്ഞ് ഓൺ സ്പോട്ടിൽ കൊന്നേക്കാനാ പറഞ്ഞത്. ദൈവത്തിന്റെ സ്വഭാവം പാപിയെ സ്നേഹിക്കും, പാപത്തെ വെറുക്കും. കല്ലുകളുമായി വന്നവരെന്നാ പറഞ്ഞേ? പാപത്തെ സ്നേഹിക്കും, പാപിയെ കൊല്ലുക. ദൈവത്തിന്റെ സ്നേഹമോർത്തെ പാപിനിയായ ഈ സ്ത്രീ ശരിക്കും ആത്മാർത്ഥയോട് ചിന്തിച്ചു നോക്കി. ഒരു പ്രാർത്ഥന പോലും ചെല്ലിയതായിട്ട് നമുക്കറിയില്ല, ഒരു നേരത്തെ നോമ്പെടുത്തൊന്നും പറഞ്ഞിട്ടില്ല, അവളൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയായിരുന്നു എഴുതിയിട്ടില്ല, അവൾ ശക്തിയോടെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് എഴുതിയിട്ടില്ല, അവൾക്കൊന്നുമില്ല. എന്നിട്ട് പോലും ഒരാളോട് പറഞ്ഞില്ല, ഒരു കല്ല് പോലും ദേഹത്ത് വീഴാതെ ഈ ദൈവം ഈ സ്ത്രീയെ കരുതി സംരക്ഷിച്ചു. എഴുതിയിരിക്കുന്ന എന്നാ? കല്ല് താഴെ ഇട്ടിട്ട് അവർ അവരുടെ വഴിക്ക് പോയിന്നാ. കല്ല് അവിടെ ഇട്ടിട്ടെന്ന് വെറുതെ പോലും ഒരാൾ എറിഞ്ഞ് ഉപദ്രവിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, ഞാൻ നിൽക്കുന്നത് എൻ്റെ ദൈവത്തോട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണെങ്കിൽ എറിയാൻ കല്ലുകളുമായി നിൽക്കുന്നവർ ആ കല്ല് താഴെ ഇട്ടിട്ട് പൊക്കോളും. ഹല്ലേലൂയാ. നമ്മൾ അവരോട് വാ പറഞ്ഞ് മടുത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് ഭയങ്കര ഒരു സ്നേഹം തോന്നും. ദൈവസ്നേഹം എന്ന് പറഞ്ഞ് നിർത്തരുത്. ദൈവസ്നേഹത്തിനകത്ത് വലിയൊരു കടലിന് അത്ര ആഴമുണ്ടെന്നാണ് പറയുന്നത്. ഒരു പാപിനിയായ സ്ത്രീ ആയിരുന്നിട്ട് പോലും അവർ 2 പേരോട് പോലും പറഞ്ഞില്ല, എന്നാൽ 2 പേർ എറിഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞില്ല. ഒരു കല്ല് പോലും ദേഹത്ത് തൊടാൻ ഈശോ സമ്മതിച്ചില്ല, പാപിയായിരുന്നിട്ട് പോലും. അങ്ങനെയെങ്കിൽ നമ്മളെപ്പോലെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഈ പാപിനിയായ ഈ സ്ത്രീയെക്കാളും ഒത്തിരി മുന്നിലാണ് നമ്മളെന്ന് തോന്നും. ഒരുപക്ഷെ ശരിയായിരിക്കും, അല്ലായിരിക്കും. ഈ വ്യക്തിയെപ്പോലും ഈ വിധത്തിൽ ഈ ദൈവം സംരക്ഷിച്ചെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിലായിരിക്കും ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നത്. എത്ര കുറവുണ്ടേലും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് മുമ്പേ ഒരു മനുഷ്യനും പറഞ്ഞ്, ഞാൻ വൈദികം ഉപേക്ഷിച്ച് പോയിട്ടും എൻ്റെ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ച് എൻ്റെ നാട്ടിൽ വീട്ടിൽ ഒരാൾ പോലും എന്നെ വിളിക്ക് പോലും ഇല്ലാതെ എന്നെ ലോകത്തിലൊരു മനുഷ്യൻ ചെയ്യാത്തൊരു പാവം ചെയ്ത എന്നെ, എന്നിട്ട് പോലും എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം പിരിയില്ല. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം.